നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമാണ് ഉറ്റുനോക്കുന്നത്. ഏത് നിമിഷവും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അവിടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇറാൻ നിലവിൽ നിശബ്ദമാണ്. എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായിരിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേലും ഏറെ ഭയത്തോടു കൂടി നോക്കുന്നത്. കാരണം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇറാൻ അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ചർച്ചയാകുന്നത് ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുഎസുമായി ചർച്ചകൾക്ക് സന്നദ്ധമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അറിയിച്ചിരിക്കുകയാണ്. ശത്രുവുമായുള്ള ചർച്ചകൾക്ക് പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാന്റെ സർക്കാർ തടസ്സമല്ലെന്ന് ചൊവ്വാഴ്ച ഖമേനി പറഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുമെങ്കിലും അമേരിക്കയെ അമിതമായി വിശ്വസിക്കരുതെന്നാണ്, ജാഗ്രത പാലിക്കണമെന്നും പെസഷ്കിയാൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക ഉപരോധം നീക്കുന്നതിന് പകരമായി ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്ന് 2015 കരാറിൽ ഇറാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ 2018 യുഎസ് പിന്മാറിയതോടെ ആ കരാർ പൊളിയുകയായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ശത്രു രാജ്യത്തെ ഇങ്ങനെ ഈ സമയത്ത് തന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ഏറ്റവും മുൻപിൽ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ്. അമേരിക്കയാണെങ്കിൽ നിരന്തരം ഇസ്രായേലിലേക്ക് ബില്യൺ കണക്കിന് ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. അതും ഇറാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ. അതുകൊണ്ട് അമേരിക്ക ഒരു ചർച്ചയ്ക്കായി പോകുമോ എന്നുള്ളതാണ് സംശയം. ഇനി ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത കൽപ്പിച്ചിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുൻപോട്ട് പോയ നേതാവാണ്. അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഓർമ്മ നിലനിർത്താൻ ഇറാൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആണവായുധം തന്നെ പ്രയോഗിച്ചേക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ലോകം രണ്ട് തട്ടിലാകുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാലതാമസമില്ലെന്നാണ് വിലയിരുത്തൽ. ആണവ കേന്ദ്രങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് വലിയ യുഎസ് ഉപരോധത്തിന് കാരണമായിരുന്നു. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി മേധാവിയായ റാഫേൽ ഗ്രോസി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഇറാന്റെ നീക്കമാണ് എന്തിനെന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഏതായാലും കൃത്യമായി മനസ്സിൽ എന്തോ ഒരു പ്ലാൻ കരുതിക്കൊണ്ട് തന്നെയാണ് അയത്തുള്ള ഖമേനിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അമേരിക്ക ഇതിൽ എന്ത് നിലപാടും എടുക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. അമേരിക്ക ഇതുവരെയായിട്ടും ഈ ഒരു ക്ഷണം വന്നതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ പ്രതികരിക്കാനുള്ള സാധ്യതയുമുണ്ട്.